നമസ്കാരം, കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SSC, RRB, PSC മുതലായ കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്ക്, മത്സര പരീക്ഷകൾക്ക് സ്ഥിരമായിട്ടൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ഏരിയയാണ് ഈ ഓഷ്യൻ കറൻസ് എന്ന് പറയുന്നത്. സമുദ്രജല പ്രവാഹം എന്ന് പറയും. സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കേണ്ട അല്ലെങ്കിൽ GK-യിൽ, ജോഗ്രഫിയിൽ ഒരു ഇമ്പോർട്ടന്റ് ഏരിയയാണ് ഓഷ്യൻ അല്ലെങ്കിൽ സമുദ്രം. ഈ സമുദ്രത്തിൽ തന്നെ കൂടുതൽ ചോദ്യം വരുന്നത് ഈ ഓഷ്യൻ കറന്റിൽ നിന്നാണ്. വേറെ കാര്യമായിട്ടൊന്നും അവിടെ ചോദിക്കാനില്ല എന്നുള്ളതാണ്. ലോകത്തെ ഏറ്റവും വലിയ ലോകത്തെ സമുദ്രങ്ങളെ പറ്റി ചോദിക്കാം. സമുദ്രത്തിൽ പിന്നെ ചോദിക്കാനുള്ളത് സമുദ്ര ജലപ്രവാഹങ്ങളെ പറ്റി തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഏതൊരു കോമ്പറ്റേറ്റീവ് പരീക്ഷ നോക്കിയാലും ഈ ഒരു ചോദ്യം നമ്മൾ കാണാറുണ്ട്. ഒരു മാർക്ക് ഈ ഏരിയയിൽ നിന്ന് ചോദിക്കുന്നതായിട്ട് കാണാം. അതിപ്പോ SSC ആയിക്കോട്ടെ, RRB ആയിക്കോട്ടെ, തന്നെയല്ല PSC ആയിക്കോട്ടെ. ഈ മൂന്ന് പരീക്ഷയ്ക്കും എന്ത് കാണാൻ പറ്റും? ഇതുപോലുള്ള ചോദ്യങ്ങൾ കാണാൻ പറ്റും. ഓക്കെ, കേറ്ററ്റിന്റെ പരീക്ഷയ്ക്കൊക്കെ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. സെറ്റ് ആയാലും കേറ്ററ്റ് ആയാലും ഈ പറയുന്ന ഏരിയാസിലൊക്കെ എന്ത് കാണും? ഈ പറയുന്ന ഓഷ്യൻ കറന്റ് എന്ന് പറയുന്ന ഏരിയ കാണും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ടോപ്പിക് പഠിക്കുന്നതെങ്കിൽ പ്രശ്നമില്ല. ഏറ്റവും എളുപ്പത്തില്, ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഓഷ്യൻ കറന്റ് മനഃപ്പാടമാക്കാനുള്ള വിദ്യ ഞാൻ പറഞ്ഞുതരാം, ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അല്ല, ഇത് ഓൾറെഡി പഠിച്ചവരാണെന്ന് വിചാരിക്കും. നിങ്ങൾ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നതല്ല. നിങ്ങൾ ഇതിനു മുന്നേ പഠിച്ചവരാണെങ്കിൽ വലിയ പ്രശ്നം വരാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഓൾറെഡി ഈ വാക്കുകൾ അവിടെ എല്ലാം കേട്ടിട്ടുണ്ടാവും. ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഇത്രയും കറണ്ട് ഉണ്ട്, ഹംബോൾട്ട് കറണ്ട് ഉണ്ട്, പെറൂവിയൻ കറണ്ട് ഉണ്ട്, കാനറി കറണ്ട് ഉണ്ട്, അഗുൽഹാസ് കറണ്ട് ഉണ്ട്. ഇതെല്ലാം എങ്ങനെ പഠിക്കും? ഇതിൽ ഏതാണ് വാം, ഏതാണ് കോൾഡ് എങ്ങനെ അറിയും? കുറച്ചെങ്കിലും പഠിച്ചവർക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവും. ആ പ്രശ്നങ്ങളെല്ലാം ഈ വീഡിയോയോടുകൂടി തീരും എന്നുള്ളതാണ് എൻ്റെ ഉറപ്പ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഏതൊക്കെ തരം ചോദ്യങ്ങളാ ചോദിക്കുന്നതെന്ന് ആദ്യം ഒന്ന് അനലൈസ് ചെയ്യും. ഏതൊക്കെ തരങ്ങൾ ചോദ്യങ്ങളാ ചോദിക്കാൻ സാധ്യതയുള്ളത്. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആട്ടോ, ഞാൻ കൈനിട്ട ചോദ്യങ്ങളല്ല. SSC CGL-ന്റെ ചോദ്യമാണ് ഞാൻ ഇവിടെ ആദ്യം ഇട്ടിട്ടുള്ളത്. രണ്ടാമത് SSC MTS-ന്റെ ചോദ്യം ഇട്ടിട്ടുള്ളത്. സോ ആദ്യം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എങ്ങനെയാ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അനലൈസ് ചെയ്യും. അപ്പൊ നമുക്ക് മനസ്സിലാവും, ഇങ്ങനത്തെ ചോദ്യങ്ങൾ അവിടെ നിന്ന് ചോദിക്കുന്നത് ആദ്യമായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ കാര്യമാണ്. ബാക്കിയുള്ളവർക്ക് ഒരു മൂന്ന് തമ്പ് റൂള് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഓഷ്യൻ കറന്റ് വളരെ എളുപ്പമാവും. അതുകൊണ്ട് അവസാനം വരെ കാണുക. വളരെ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും ഞാൻ ഇവിടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ഈ ഒരൊറ്റ വീഡിയോ മതി. ഓഷ്യൻ കറന്റ് എന്ന് പറയുന്ന ടോപ്പിക് നിങ്ങൾക്ക് മനഃപ്പാടമാകും, കാണാപ്പാടമാകും എന്നുള്ളത് എനിക്ക് തരാൻ പറ്റുന്ന ഉറപ്പാണ്. ഇനി മുന്നോട്ട് പോയാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ വാം ആൻഡ് കോൾഡ് കറന്റ് ആർ കോസ്ഡ് ബൈ. എന്തുകൊണ്ടാണ് വാം കറന്റ്, ചൂടുള്ള കറന്റ്, അതുപോലെ തന്നെ കോൾഡ് കറന്റ്, തണുത്ത ജലം ഒഴുകുന്ന ജലപ്രവാഹം, ഇത് രണ്ടും സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ കാരണവും ചോദിക്കാം, അതുപോലെ തന്നെ എന്തും ചോദിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കോൾഡ് കറന്റ്? ഈ താഴെ കൊടുത്തിരിക്കുന്ന കറന്റില് കോൾഡ് ഏതാണ്, വാം ഏതാണ്? സോ ചോദ്യകർത്താവ് അല്ലെങ്കിൽ ചോദ്യം ഇടുന്ന ആൾക്ക് എന്ത് ചോദിക്കാൻ പറ്റും? എന്താണ് കറണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്ന് പറയുന്ന ഒരു മെന്റാലിറ്റി ഉണ്ട്. ഒന്നാമത്തെ കാര്യം. മാത്രല്ല, രണ്ടാമതായിട്ട് ഒരു കറണ്ടിന്റെ പേര് തന്നാൽ, മേ ബി ഗൾഫ് കറണ്ട് ആയാലും, അഗുൽഹാസ് കറണ്ട് ആയാലും, ലാബ്രഡോർ കറണ്ട് ആയാലും, അലസ്ക കറണ്ട് ആണെങ്കിലും, ഈ കറണ്ടുകള് വാം ആണോ അതോ കോൾഡ് ആണോ എന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ചോദ്യകർത്താവിന്റെ ഉദ്ദേശം. നമുക്ക് മനസ്സിലായി. അത് CGL-ന്റെയും MTS-ന്റെയും ഇനി ഡിഗ്രി പ്രിലിംസ് എടുത്താലും അതുപോലെ തന്നെ SSC-യുടെ ബാക്കി പരീക്ഷകൾ എടുത്താലും, NTPC, RRB-യുടെ NTPC എടുത്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്ന് കാണാൻ പറ്റും. സോ ഉള്ളതാണ്. ഓക്കെ, സോ ഈ ഏരിയ ഒരു ഹോട്ട് ടോപ്പിക്കും ആണ്, ഇത് പഠിക്കേണ്ടതുമാണ്, ഒരു മാർക്ക് കിട്ടാൻ സാധ്യതയുള്ളതുമാണ്. അവിടം വരെ ഓക്കെ. ഇനി നമുക്ക് നോക്കാം. ഒരു ചോദ്യം കൂടി നോക്കിക്കോളൂ. ദ വാം ആൻഡ് കോൾഡ് കറന്റ്സ് ആർ കോസ്ഡ് ബൈ. ഓക്കെ, സോ അവിടം വരെ ഓക്കെയാണ്. ഇനി നമുക്ക് നോക്കാൻ പറ്റും ഓഷ്യൻ കറന്റ് എന്ന് പറഞ്ഞാൽ എന്താ. ബേസിക്കലി ഞാൻ ഈ മഞ്ഞയിൽ കൊടുത്തിട്ടുള്ള കാര്യം നോക്കിയാൽ മതി. ജൈന്റ് റിവേഴ്സ് ഇൻ ദ ഓഷ്യൻ. സമുദ്രത്തിലുള്ള ചെറിയ അരുവികളെ, ചെറിയ റിവേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കറന്റ് എന്ന് വിളിക്കുക. വലിയ കടലാണ്, ആ കടലിന്റെ ഇടയിലൂടെ ചെറിയ നദികൾ ഒഴുകുന്നുണ്ട്. ആ നദികൾക്ക് അതിന്റെ ചുറ്റുമുള്ള ജലത്തിനേക്കാളും വ്യത്യസ്തമായ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. ചുറ്റുമുള്ള വെള്ളം വാമാണ്, ആ ഒഴുകുന്ന ജലം മാത്രം കോൾഡ് ആണെങ്കിൽ അത് നമ്മൾ കോൾഡ് കറന്റ് എന്ന് വിളിക്കും. അതിന്റെ ചുറ്റുമുള്ളതെല്ലാം വാമാണെന്ന് വിചാരിക്കും. അത് മാത്രം കോൾഡ് ആണെങ്കിൽ നമ്മൾ അതിനെ കോൾഡ് കറന്റ് എന്ന് വിളിക്കും. തിരിച്ച്
അത് മാത്രം കോൾഡ് ആണ്, അത് മാത്രം വാം ആണ്, ചുറ്റുള്ളതെല്ലാം കോൾഡ് ആണ്, ആ ഏരിയ മാത്രം വാം ആണെന്നുണ്ടെങ്കിൽ, ചുറ്റുള്ളതെല്ലാം കോൾഡ് ആണ്, അത് മാത്രം വാം ആണെങ്കിൽ നമ്മൾ അതിനെ വാം കറണ്ട് അല്ലെങ്കിൽ ചൂടുള്ള കറണ്ട് എന്ന് വിളിക്കും. ഓക്കെ, സോ 2 തരാണുള്ളത്. ഇനി അതിന്റെ കാരണങ്ങൾ എന്തെല്ലാം ആവാം? പൊതുവെ നമുക്ക് അതിനെ വ്യക്തമായിട്ടൊരു കാരണം ഒന്നും പറയാൻ പറ്റില്ല. സോളാർ ഹീറ്റിംഗ്, സൂര്യന്റെ ചൂട് മൂലമാവാം ആ ചൂട് കിട്ടിയത്. അതുകൊണ്ട് എന്താ ഇക്വേറ്ററിൽ കൂടുതലുള്ളത്? ഇക്വേറ്ററിൽ ചൂട് കൂടുതൽ കിട്ടുന്ന ഏരിയ, അപ്പൊ സ്വാഭാവികമായിട്ടും ഇക്വേറ്ററിൽ കൂടുതലുള്ളത് ഏതായിരിക്കും? വാം കറണ്ട് ആയിരിക്കും. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. പോൾസിൽ അപ്പൊ ഇത് വരുമ്പോൾ തന്നെ മനസ്സിലാക്കാം, ഇക്വേറ്ററിൽ കൂടുതലുള്ളത് വാം കറണ്ട് ആയിരിക്കും, പോൾസിൽ കൂടുതലുള്ളത് കോൾഡ് കറണ്ട് ആയിരിക്കും. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാര്യം എന്താ? ഇവിടെ സണ്ണ് കൂടുതലാണ്, ഇവിടെ സണ്ണ് കുറവാണ്. ഇവിടെ സൂര്യന്റെ രശ്മികൾ കൂടുതൽ അടിക്കുന്നുണ്ട്, ഇവിടെ സൂര്യന്റെ രശ്മികൾ കുറച്ചാണ് അടിക്കുന്നത്. സോ സോളാർ ഹീറ്റിംഗ് ഒരു കാരണമാണ്. വിൻഡ് ഒരു കാരണമാണ്, കാറ്റടിക്കുന്ന ദിശയിൽ ഇങ്ങനെ പ്രവാഹങ്ങൾ ഉണ്ടാവാം. ഗ്രാവിറ്റി ഒരു കാരണമാണ്. കൊറിയോളിസ് ഫോഴ്സ് ഒരു കാരണമാണ്. ഭൂമി കറങ്ങുന്നത് കാരണം ഉണ്ടാകുന്ന ഒരു ഫോഴ്സ് ആണ് കൊറിയോളിസ് ഫോഴ്സ്. അതിനെപ്പറ്റി അറിയാത്തവർ ജസ്റ്റ് ഒന്ന് നോക്കുക. അതും കൂടെ പറയാനുള്ള സമയം നമുക്കില്ല, അതുകൊണ്ടാണ്. ഇനി ടെമ്പറേച്ചറും സലിനിറ്റിയും മൂലമുണ്ടാകുന്ന ഡെൻസിറ്റി ഡിഫറൻസും ഇതിന് കാരണമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മിക്കവാറും അതിലെ ഓപ്ഷൻ ഓൾ ഓഫ് ദ എബോവ് ആയിരിക്കും പൊതുവേ റീസൺ, അല്ലെങ്കിൽ അത്ര മോശം ഓപ്ഷൻ ആയിരിക്കണം. മനുഷ്യനിർമ്മിതം, മാൻമെയ്ഡ് ആയിട്ടുള്ള കാരണമാണെന്നൊക്കെ പറഞ്ഞാൽ തെറ്റാ. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള, നാച്ചുറൽ ആയിട്ടുള്ള കാരണങ്ങളെല്ലാം എന്തിനെ ബാധിക്കുന്നുണ്ട്? ഓഷൻ കറന്റിനെ ബാധിക്കുന്നുണ്ട്. സോ ഒരു പൊട്ട ഓപ്ഷൻ കണ്ടാൽ മാത്രമേ എലിമിനേറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം എന്ത് തന്നെയായിരിക്കും? ഓൾ ഓഫ് ദീസ് തന്നെയായിരിക്കും. ഓക്കെ, പ്രിവെയിലിംഗ് വിൻഡ് കാരണമാണ്, എർത്തിന്റെ റൊട്ടേഷൻ കാരണം ഉണ്ടാകുന്ന കൊറിയോളിസ് ഫോഴ്സ് കാരണമാണ്, അതുപോലെ ഡെൻസിറ്റി ഓഫ് വാട്ടർ കാരണമാണ്. ഇതെല്ലാം കാരണമാണ്. ഓൾ ഓഫ് ദീസ് ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ഇങ്ങനെ മനസ്സിലാക്കി പഠിക്കാം നമുക്ക്. മുന്നോട്ട് പോയാൽ ഇനി നമുക്ക് അറിയേണ്ടത് എങ്ങനെയാണ് ഈ പറയുന്ന ഇമേജിനെ നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഇന്ത്യയിലെ ലോകത്തുള്ള കറണ്ടുകൾ. ഈ ഇമേജിനെ എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം? 3 റൂൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഈ പറയുന്ന ഇമേജിനെ പഠിക്കാൻ പറ്റണം. 3 റൂൾസ്. ഓരോ പേരും വെസ്റ്റ് ഓസ്ട്രേലിയ, മൊസാംബിക്, അഗുൽഹാസ്, ബെങ്കുവേല, ബ്രസീല്, പെറു, ഈസ്റ്റ് ഓസ്ട്രേലിയ, ക്യുറേഷ്യോ, ഒയാഷിയോ, ഗൾഫ് സ്ട്രീം, കാനറി, ലാബ്രഡോർ, കാലിഫോർണിയ, അലാസ്ക, നോർവീജിയൻ. ഈ പറയുന്നവയെല്ലാം നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റണം. അതിനൊരു 3 റൂൾസ് ഞാൻ പറഞ്ഞുതരും. ആത്യന്തികമായിട്ട് അത് പഠിച്ചാൽ മാത്രം മതി, കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലിരിക്കും. എന്താ നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തത് 3 പോയിന്റേഴ്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്താണ്? ഒന്നാമത്തെ കാര്യം ഇക്വേറ്റോറിയൽ കറണ്ടും കൗണ്ടർ ഇക്വേറ്റോറിയൽ കറണ്ടും എന്ന് പറയുന്ന 2 കറണ്ട് ഉണ്ട്. അത് ഇക്വേറ്റർ, ഇതാണ് ഇക്വേറ്റർ എങ്കിൽ അതിന്റെ ചുറ്റുമുള്ള കറണ്ട് ആയിരിക്കും, അതിന്റെ ആ ഭാഗത്തുള്ള കറണ്ട് ആയിരിക്കും ഈ കൗണ്ടർ ഇക്വേറ്റോറിയൽ കറണ്ടും ഇക്വേറ്റോറിയൽ കറണ്ടും. അത് എപ്പോഴും എന്താണ്? അത് എപ്പോഴും വാമ. അതിന് പിന്നെ ചോദ്യങ്ങൾ ഉത്തരവില്ല. ചോദ്യകർത്താവ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനും പോകുന്നില്ല, പരീക്ഷയിൽ അങ്ങനെ ഒരു ചോദ്യം വരാനും പോകുന്നില്ല. കാര്യം എന്താ? ഇക്വേറ്റോറിയൽ കറണ്ട്, അതിന് വേറെ പേരുകളൊന്നുമില്ല. ഇക്വേറ്ററിന്റെ ചുറ്റുമുള്ള കറണ്ട് ഇക്വേറ്റോറിയൽ കറണ്ട്. നോക്കിക്കോളൂ, ഈ ഭാഗത്ത് കണ്ടോ, ഈ ഒരു ഭാഗത്ത് നോക്കൂ. ഇക്വേറ്റോറിയൽ കറണ്ട്, കൗണ്ടർ ഇക്വേറ്റോറിയൽ കറണ്ട്, നോർത്ത് ഇക്വേറ്റോറിയൽ, സൗത്ത് ഇക്വേറ്റോറിയൽ, നോർത്ത് ഇക്വേറ്റോറിയൽ, സൗത്ത് ഇക്വേറ്റോറിയൽ, ഇക്വേറ്റോറിയൽ, നോർത്ത് ഇക്വേറ്റോറിയൽ, സൗത്ത് ഇക്വേറ്റോറിയൽ, ഇക്വേറ്റോറിയൽ, ഇവിടെയും നോർത്ത് ഇക്വേറ്റോറിയൽ. ബേസിക്കലി ഇക്വേറ്റോറിയൽ കറണ്ട് എല്ലാം എന്താണ്? വാമാണ്. അതങ്ങ് ഓർത്ത് വെച്ചേക്കുക. ഫസ്റ്റ് റൂൾ അതാണ്. ഇക്വേറ്റോറിയൽ കറണ്ട് എല്ലാം വാമാണ്. ഈ ഏരിയയിലുള്ളവെല്ലാം വാമാണ്. ഇവരെല്ലാം വാമാണ്. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഫസ്റ്റ് ഐഡിയ അതാണ്. രണ്ടാമത്തത് ലൊക്കേഷൻ ഓഫ് ദ കോണ്ടിനെന്റ്. കോണ്ടിനെന്റ് ലൊക്കേഷൻ വച്ചിട്ടും നമുക്ക് കറണ്ടുകളെ പഠിച്ചു വെക്കാൻ പറ്റും. അതായത് ഒരു കോണ്ടിനെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക, ഇതൊരു കോണ്ടിനെന്റ് ആണ്, സേ അത് നോർത്ത് അമേരിക്കയാണെന്ന് വിചാരിക്കുക. ഈ നോർത്ത് അമേരിക്ക എന്ന കോണ്ടിനെന്റിന് ഒരു വെസ്റ്റേൺ സൈഡും ഉണ്ടാവും, ഒരു ഈസ്റ്റേൺ സൈഡും ഉണ്ടാവും. ശരിയല്ലേ? നോർത്ത് അമേരിക്ക എന്ന് പറയുന്ന കോണ്ടിനെന്റിന് ഒരു വെസ്റ്റേൺ സൈഡും ഉണ്ടാവും, ഒരു ഈസ്റ്റേൺ സൈഡും ഉണ്ടാവും. എപ്പോഴും ഏതൊരു കോണ്ടിനെന്റ് എടുത്താലും അതിന്റെ വെസ്റ്റേൺ സൈഡിലുള്ളത് എന്ത് കറണ്ട് ആയിരിക്കും എന്നാ പറയുന്നത്? അതിന്റെ വെസ്റ്റേൺ സൈഡിലുള്ളത് കോൾഡ് കറണ്ട് ആയിരിക്കും. അതിന്റെ വെസ്റ്റേൺ സൈഡിൽ എപ്പോഴും കോൾഡ് കറണ്ടും അതിന്റെ ഈസ്റ്റേൺ സൈഡിലുള്ളത് എപ്പോഴും വാം കറണ്ടും ആയിരിക്കും. ഓക്കെ,
വെസ്റ്റേൺ സൈഡിലുള്ളത് കോൾഡും വെസ്റ്റേൺ സൈഡിലുള്ളത് കോൾഡും ഈസ്റ്റേൺ സൈഡിലുള്ളത് വാമും ആയിരിക്കും. ഇതെങ്ങനെ ഓർത്തു വയ്ക്കും? W ഒരിക്കലും വരില്ല എന്ന് ഓർത്തു വയ്ക്കാം. വെസ്റ്റ് വാമു വരില്ല എന്ന് ഓർത്തു വയ്ക്കാം. അപ്പൊ ഇതാ വെസ്റ്റിൽ കോൾഡേ വരുള്ളൂ, ഈസ്റ്റിൽ വാമേ വരുള്ളൂ. ഇതാണ് രണ്ടാമത്തെ റൂള്. സെക്കൻഡ് റൂള്. ഓക്കെ, നമുക്കത് ഓരോന്നോരായിട്ട് നോക്കാം. മൂന്നാമത്തെ റൂള് നോക്കിക്കോളൂ. ഇക്വേറ്ററിൽ ഒറിജിനേറ്റ് ചെയ്ത് പോൾസിലേക്ക് പോകുന്ന കറണ്ട് എപ്പോഴും വാമായിരിക്കും, അല്ലേ? ഇക്വേറ്ററിൽ ഒറിജിനേറ്റ് ചെയ്ത് ഇക്വേറ്ററിൽ ഉണ്ടാവാന്ന് വിചാരിക്കും. ഇക്വേറ്ററിൽ ഒറിജിനേറ്റ് ചെയ്യാന്ന് വിചാരിക്കും. ഒരു കറണ്ട് എവിടെ ഒറിജിനേറ്റ് ചെയ്യാം? ഇക്വേറ്റർ എന്ന് പറയുന്ന സാധനം, ഇക്വേറ്റർ എന്ന് പറയുന്നത് നല്ല ചൂടുള്ള ഏരിയ ആണ്, എപ്പോഴും സൂര്യന്റെ രശ്മികൾ വരുന്ന ഏരിയ. സോ ഇക്വേറ്ററിൽ ഒറിജിനേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കറണ്ട്, ഇക്വേറ്ററിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു കറണ്ട് വാം ആയിരിക്കോ കോൾഡ് ആയിരിക്കോ? ഇക്വേറ്ററിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന കറണ്ട് അത് മുകളിലേക്കോ താഴോട്ടോ എങ്ങോട്ടോ ആയിക്കോട്ടെ, ഇക്വേറ്ററിൽ ചൂടുള്ള സ്ഥലത്ത് ഒറിജിനേറ്റ് ചെയ്യുന്ന കറണ്ട് സ്വാഭാവികമായിട്ടും വാമായിരിക്കും. ആ സമയത്ത് പോൾസിൽ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള പോൾസിൽ ഒറിജിനേറ്റ് ചെയ്തിട്ട് ഇക്വേറ്ററിലേക്ക് വരുന്ന കറണ്ട് എപ്പോഴും കോൾഡ് ആയിരിക്കും. ഈ 3 റൂൾ ഓർത്തിരുന്നാൽ മതി. ചുരുക്കി പറഞ്ഞാൽ ഒന്നുകൂടെ ഞാൻ പറയാം എന്താ സംഭവം എന്ന് നോക്കിക്കോളൂ. ഒന്നുകൂടെ ഞാൻ പറയാം. ഒന്നാമത്തെ പോയിന്റ് ഇക്വറ്റോറിയൽ കറണ്ട് എന്ന് പേരുള്ളതെല്ലാം വാമായിരിക്കും. പൊതുവെ പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല. കാര്യം എന്താ? ഒരു ക്വസ്റ്റ്യൻ ഇടുമ്പോൾ ഇക്വറ്റോറിയൽ കറണ്ട് ഇടുമ്പോൾ തന്നെ എല്ലാ കുട്ടികൾക്കും മനസ്സിലാവും ഇത് വാമാണെന്ന്. ചോദ്യം ഇടാൻ പറ്റില്ല. രണ്ടാമത്തത്, ഒരു കോണ്ടിനെന്റ് ഈസ്റ്റ് സൈഡിലുള്ളത് വാം ആയിരിക്കും, വെസ്റ്റ് സൈഡിലുള്ളത് കോൾഡ് ആയിരിക്കും. മൂന്നാമത്തത്, ഇക്വേറ്ററിൽ നിന്ന് പോളിലേക്ക് പോകുന്ന കറണ്ട്, അതായത് ഒറിജിൻ ചെയ്യുന്ന സ്ഥലം നോക്ക്, ഇത് വാം ഏരിയ ആണ്. വാം ഏരിയയിൽ നിന്ന് കൂൾഡിലേക്ക് പോകുന്ന കറണ്ടാ. അത് എപ്പോഴും എന്ത് കറണ്ട് ആയിരിക്കും? ഒരു വാം കറണ്ട് ആയിരിക്കും. ഒറിജിൻ വെച്ച് നോക്കിയാൽ മതി. ഇനി പോൾസിൽ ഒറിജിനേറ്റ് ചെയ്ത് ഇക്വേറ്ററിലേക്ക് ഒഴുകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ റിവർ മാത്രമാണെന്ന് ഞാൻ പറഞ്ഞു. അത് എന്ത് കറണ്ട് ആയിരിക്കും? അത് കോൾഡ് കറണ്ട് ആയിരിക്കും. ഈ 3 കാര്യം മനസ്സിലായോ? എന്നാ നോക്കിക്കോ. അടുത്ത മുന്നോട്ട് പോയാൽ അടുത്ത് നോക്കിക്കോ. ഓക്കെ, ഈ ഇമേജ് നോക്കിക്കോ. ഇക്വേറ്റർ എന്ന് പറയുന്ന ഈ ഏരിയയിൽ നിന്ന് താഴോട്ട് ഒഴുകുന്നതെല്ലാം എന്തായിരിക്കും ഞാൻ പറഞ്ഞത്? താഴോട്ട് ഇറങ്ങുന്നതെല്ലാം വാമായിരിക്കും. കാര്യം എന്താ? അത് വാമായിട്ടുള്ള ഏരിയ ആണ്. അതുകൊണ്ട് ആ ഏരിയ താഴോട്ട് പോകുന്നതെല്ലാം വാമായിരിക്കും. ആ സമയത്ത് പോൾ എന്ന് പറയുന്നത് പൊതുവെ സൂര്യരശ്മികൾ കുറവ് കിട്ടുന്ന സ്ഥലമാണ്. അവിടുന്ന് മുകളിലോട്ടുള്ളതെല്ലാം എന്തായിരിക്കും? കോൾഡ് ആയിരിക്കും. ആ ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ ഐഡിയ മനസ്സിലായെങ്കിൽ ഒരു കാര്യം കൂടെ ഓർക്കുക, ഒരൊറ്റ കാര്യം കൂടെ ഓർക്കുക. ഇങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. ഇങ്ങനെ ഗയർ സർക്കുലേഷൻ എന്ന് പറയും. ഈ കറണ്ട് എല്ലാം കൂട്ടിമുട്ടി കറങ്ങി ഒരു റൗണ്ട് ആയിട്ട് ഒരു സർക്കുലാർ മോഷൻ ഉണ്ടാകും. ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഇത് വട്ടത്തിലേ കറങ്ങുള്ളൂ. അല്ലാതെ ഒരെണ്ണം ഇങ്ങോട്ട് ഒരെണ്ണം താഴോട്ട് ഒരെണ്ണം തോന്നിയോടത്തേക്കല്ല ഒഴുകുന്നത്. അതിന് വ്യക്തമായ ഒരു ഡിസൈൻ ഉണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഇത് നോക്കിക്കോളൂ. ഇനി ഇവിടെ നോക്കിക്കോളൂ. നമ്മൾ ഓരോരോ കോണ്ടിനെന്റ് ആയിട്ട് നോക്കാൻ പോവാ. ഒരൊറ്റ കോണ്ടിനെന്റ് ഓരോരോ കോണ്ടിനെന്റ് നോക്കാൻ പോവാ. ഒന്നാമത്തത് ഇന്ത്യ ഇരിക്കുന്ന ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ എന്ന് പറയുന്ന കോണ്ടിനെന്റ്. ഓക്കെ, താഴോട്ട് പോയാൽ അടുത്ത് നോക്കിക്കോളൂ. പസഫിക് ഓഷൻ ഇരിക്കുന്ന കോണ്ടിനെന്റ്, അതിന് താഴോട്ട് പോയാൽ അറ്റ്ലാന്റിക് ഓഷൻ ഇരിക്കുന്ന കോണ്ടിനെന്റ്. ഇത് 3 നമ്മൾ നോക്കാൻ പോകുന്നത്. പസഫിക് ഓഷൻ നോക്കിക്കോളൂ. പസഫിക് ഓഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെല്ലാം ഭൂഖണ്ഡങ്ങൾ അതിന് ചുറ്റുമുള്ളത്? പസഫിക് ഓഷൻ എന്ന് പറയുന്നതിന്റെ ചുറ്റുമുള്ളത് ഏഷ്യ എന്ന് പറയുന്ന ഭൂഖണ്ഡം, നോർത്ത് അമേരിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡം, സൗത്ത് അമേരിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡം, ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഭൂഖണ്ഡം. ഇത്രയും ഭൂഖണ്ഡങ്ങൾ അതിന് ചുറ്റുമുള്ളത്. ഇതിന്റെ നടക്കൂടെ എന്തുണ്ടെന്ന് ഞാൻ പറഞ്ഞു? ഇക്വറ്റോറിയൽ കറണ്ട് എന്ന് പറയുന്ന സാധനം ഉണ്ട്. അവിടെ വലിയ കഥയില്ല. ഇക്വറ്റോറിയൽ കറണ്ട് ഇതിൽ പോകുന്നു. ഇനിയാണ് നമ്മൾ കറണ്ട് പഠിക്കാൻ പോകുന്നത്. അൾട്ടിമേറ്റ്ലി നമ്മൾ ഈ ഇമേജ് വരയ്ക്കാൻ റെഡി ആയിരിക്കും. ഏഷ്യ, ഓസ്ട്രേലിയ, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക. ഇത് വരയ്ക്കാൻ നമ്മൾ റെഡിയാവും. നമ്മൾ ഇനി പറഞ്ഞ റോളുകൾ എടുക്കാം. നമ്മൾ ഇനി എന്തെല്ലാം റൂളുകൾ പറഞ്ഞു എടുക്കാം. ഒന്നാമത്തെ റൂൾ എടുത്തോളൂ. നമ്മൾ പറഞ്ഞു എന്ത്? ഇക്വേറ്ററിലുള്ളതെല്ലാം ഇക്വറ്റോറിയൽ കറണ്ടാന്ന് പറഞ്ഞു. അത് ഓക്കെയാ. ഇക്വേറ്ററിലുള്ളതെല്ലാം ഇക്വറ്റോറിയൽ കറണ്ടാന്ന് പറഞ്ഞു. അത് ഓക്കെയാണ്. ഈ ഭാഗത്തൂടെ ഇക്വറ്റോറിയൽ വാം കറണ്ട് പോകുന്നുണ്ട്. നമുക്ക് തൽക്കാലം ആവശ്യമില്ല, അവിടെ കിടക്കട്ടെ. സെറ്റ്.
രണ്ടാമത്തെ കാര്യം നോക്കിക്കോളൂ. രണ്ടാമത്തെ കാര്യം എന്താ? നമ്മൾ പറഞ്ഞു ഒരു കോണ്ടിനെന്റിന്റെ വെസ്റ്റ് സൈഡിൽ എപ്പോഴും എന്തായിരിക്കും? കോൾഡ് കറണ്ടാ. അപ്പൊ നോർത്ത് അമേരിക്കയുടെ ഈ ഭാഗത്ത് എന്ത് തന്നെ വരണം? ഈ ഭാഗത്ത് കോൾഡ് കറണ്ട് വരണം. സൗത്ത് അമേരിക്കയുടെ ഈ ഭാഗത്ത് കോൾഡ് കറണ്ട് വരണം. അതായത് ഇതിന്റെ വെസ്റ്റ് കോൾഡ് വരണം. ഇനി ഓസ്ട്രേലിയയുടെ ഈസ്റ്റ് ഭാഗമാണിത്, ഏഷ്യയുടെ ഈസ്റ്റ് ഭാഗമാണിത്. ഇത് രണ്ടിലും ഏത് കറണ്ട് വരണം? വാം കറണ്ട് തന്നെ വരണം. ഇവിടെ വാം കറണ്ട് വരണം, ഇവിടെ വാം കറണ്ട് വരണം, ഇവിടെ വാം കറണ്ട് വരണം. വാം കറണ്ട് തന്നെ വരണം, എന്നാലേ പറ്റുള്ളൂ, അല്ലേ? അങ്ങനെയാണെങ്കിലേ പറ്റുള്ളൂ. ഇനി ഒന്ന് വരച്ചു നോക്കിയേ. മുകളിൽ നിന്ന് താഴോട്ട് വരാന്ന് വിചാരിക്കും. ഇതിനകത്ത് ഏതായിരിക്കും ഇതിന്റെ ദിശ? ഇതിന്റെ ദിശ അപ്പൊ ഏതായിരിക്കും? വാം കറണ്ട് എപ്പോഴും മുകളിലേക്ക് പോകുള്ളൂ. കാര്യം ഇവിടെ നിന്ന് ചൂട് കറണ്ട് ഉണ്ടായാലേ മുകളിലോട്ട് പോകുള്ളൂ. ദാ മുകളിൽ നിന്ന് താഴോട്ട് ഈ വാം കറണ്ട് വരുള്ളൂ. കോൾഡ് കറണ്ട് എപ്പോഴും പോൾസിൽ ഒറിജിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ദാ പോൾസിൽ നിന്ന് താഴോട്ടേ വരുള്ളൂ. ഇങ്ങനെ വരൂ, ഇങ്ങനെ വരാൻ പാടുള്ളൂ. അടുത്ത പേരും കൂടെ ഇട്ടോ. ഇനി പേരും കൂടെ ഇടുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യം മനസ്സിലാവും. ദാ ഈ ഭാഗത്തുള്ള നോർത്ത് അമേരിക്കയുടെ ഈ ഭാഗത്തുള്ള കറണ്ടിനെ നമ്മൾ കാനറി കറണ്ട് എന്നാ വിളിക്കുക. അതുപോലെ സൗത്ത് അമേരിക്കയുടെ ഈ ഭാഗത്തുള്ള കറണ്ട് നമ്മൾ പെറു കറണ്ട് എന്നാ വിളിക്കുക. ഓസ്ട്രേലിയയുടെ ഈ ഭാഗത്തുള്ള കറണ്ട് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഈസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട് എന്നാ വിളിക്കുക. ഓക്കെ. ഇനി ഏഷ്യയുടെ ഈ ഭാഗത്തുള്ള കറണ്ട് മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. കുറേഷ്യോ കറണ്ട്, ഒയാഷിയോ കറണ്ട് എന്ന് പറയുന്ന രണ്ട് കറണ്ട് അവിടെ ഉള്ളത്. നമ്മൾ പറഞ്ഞത് ശരിയാണോ എന്ന് നോക്കിയേ. കണ്ടോ, ഇങ്ങോട്ടുള്ളത് ഇവിടെ കാലിഫോർണിയ കറണ്ട് ആയിരുന്നേ, കാനറി അല്ല, കാലിഫോർണിയ കറണ്ട്. ഇവിടെ ഉള്ളത് പെറൂവിയൻ കറണ്ട്, ഇവിടെ ഈസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട്, ഇവിടെ കുറേഷ്യോ കറണ്ട്. ഓക്കെ, അങ്ങനെ വരുള്ളൂ. മുന്നോട്ട് പോകുമ്പോൾ നോക്കിക്കോളൂ, നമുക്കിത് ഓരോ കോണ്ടിനെന്റ് വൈസ് പഠിക്കാം, ഓരോ ഓഷ്യൻ വൈസ് പഠിക്കാം. ഞാൻ ഈ പറയുന്ന ബേസിക് ഐഡിയ മനസ്സിൽ വെച്ചാൽ, 3 റൂൾ മനസ്സിൽ വെച്ചാൽ എങ്ങനെ പഠിക്കാൻ നോക്കാം. ഓക്കെ, മുന്നോട്ട് പോയാൽ ഒന്നാമത്തേത് നമുക്ക് നോക്കേണ്ടത് ഏതാ? പസഫിക് ഓഷൻ ആണ് വിചാരിക്കും. ഇതുപോലെ നമ്മൾ പസഫിക് ഓഷനും നോക്കും, അറ്റ്ലാന്റിക് ഓഷനും നോക്കും, ഇന്ത്യൻ ഓഷനും നോക്കും. ഇത് 3 നോക്കിയിട്ട് നമ്മൾ പോവുള്ളൂ. സോ ഒന്നാമത്തേത് പസഫിക് ഓഷൻ ആണെന്ന് വിചാരിക്കും. ഏതെല്ലാം കോണ്ടിനെന്റ്സ് ആണ് പസഫിക് ഓഷന് ചുറ്റുമുള്ളത്? ഏതെല്ലാം കോണ്ടിനെന്റ്സാ ഉള്ളത്? നമുക്കിവിടെ കാണാൻ പറ്റും. ഏഷ്യ എന്ന് വിളിക്കുന്ന കോണ്ടിനെന്റ്, താഴെ ഓസ്ട്രേലിയ, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക. ഇത്രയും നമുക്കറിയാം. ഇനി ഇതിലൂടെ ഒരു ഇക്വേറ്റർ പോകുന്നുണ്ടെന്നും അറിയാം. പസഫിക് ഓഷന്റെ കുറുകെ ദാ ഈ ഒരു വഴിക്ക് ഒരു ഇക്വേറ്റർ പോകുന്നുണ്ടെന്നും അറിയാം. അതിന്റെ ചുറ്റും എന്ത് കറണ്ട് ഉണ്ട്? ഇക്വറ്റോറിയൽ കറണ്ട് ഉണ്ട്. അത് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. അത് അവിടെ സ്ഥിരമായിട്ടുള്ള സ്ഥായി ആയിട്ടുള്ള കറണ്ടാണ്, പഠിക്കേണ്ട കാര്യമില്ല. അവിടം വരെ ഓക്കെ. സോ ഒന്നാമത്തെ റൂള് ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് റൂള് ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ റൂളും മൂന്നാമത്തെ റൂളാ ബാക്കി. ഫസ്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ റൂൾ ഞാൻ പറഞ്ഞു, കോണ്ടിനെന്റിന്റെ വെസ്റ്റിലുള്ളത് കോൾഡും ഈസ്റ്റിലുള്ളത് വാമും ആണെന്ന് പറഞ്ഞു. അതൊന്ന് അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ഞാൻ എന്താ പറഞ്ഞത്? കോണ്ടിനെന്റിന്റെ ഈസ്റ്റിലുള്ളത് എപ്പോഴും വാമായിരിക്കും. ഈസ്റ്റിലുള്ളത് എപ്പോഴും ഏഷ്യയുടെ ഈസ്റ്റിലായതുകൊണ്ട് വാമ്, ഓസ്ട്രേലിയയുടെ ഈസ്റ്റിലായതുകൊണ്ട് വാമ്. രണ്ടാമത്തത് കോണ്ടിനെന്റിന്റെ വെസ്റ്റിലാണെങ്കിൽ കോൾഡ് ആയിരിക്കും. സൗത്ത് അമേരിക്കയുടെ വെസ്റ്റിലുള്ള കറണ്ടാണിത് കോൾഡ്, നോർത്ത് അമേരിക്കയുടെ വെസ്റ്റിലുള്ള കറണ്ടാണ് കോൾഡ്. സെറ്റാണേ. ഇനി നിങ്ങൾ ഇതിന്റെ ആരോ എന്ന് കൊടുത്തേ, ഇത് എവിടുന്ന് എങ്ങോട്ട് ഒഴുകുന്നതായിരിക്കും? വാം കറണ്ട്. നമുക്ക് തേർഡ് തിയറി നോക്കാം. തേർഡ് തിയറിയിൽ പറയുന്നു വാം കറണ്ട് എപ്പോഴും ഇക്വറ്റോറിയൽ ടു പോൾ ആയിരിക്കും, കോൾഡ് കറണ്ട് എപ്പോഴും പോൾ ടു ഇക്വറ്റോറിയൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന് ആരോ കൊടുക്ക്. ഈ പറയുന്ന ഏഷ്യയുടെ ഇപ്പറയുള്ള വാം കറണ്ടിന്റെ ആരോ മുകളിലേക്കാവണം. കാര്യം എന്താ? വാമാണ്. എവിടുന്ന് എങ്ങോട്ടാ ഒഴുകണ്ടേ? ഇക്വറ്ററിൽ നിന്ന് പോളിലേക്ക്, ഇക്വേറ്ററിൽ നിന്ന് പോൾസിലേക്ക് വേണം ഒഴുകാൻ. താഴെ എങ്ങനെ വരും? ഇങ്ങനെ വരും. ഇനി കോൾഡ് കറണ്ട് പോളിൽ നിന്ന് ഇക്വേറ്ററിലേക്കായിരിക്കും, പോൾസിൽ നിന്ന് ഇക്വേറ്ററിലേക്കായിരിക്കും. ഇവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് ഇക്വേറ്ററിലേക്കായിരിക്കും, പോൾസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് ഇക്വേറ്ററിലായിരിക്കും. എന്നാലല്ലേ കോൾഡ് ആവുള്ളൂ. തണുപ്പുള്ള സ്ഥലത്ത് നിന്ന് ഒറിജിനേറ്റ് ചെയ്താലല്ലേ കോൾഡ് ആവുള്ളൂ. സോ അങ്ങനെ നിൽക്കുമ്പോ ഇനി നമുക്ക് ഇവർക്ക് പേരിടാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി പസഫിക് ഓഷനിൽ ഏതൊക്കെയാണെന്നുള്ളത് ഏകദേശം മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഈ വാമിന്റെ പേരെന്താ? വാം കറണ്ട്, ഇവിടെയുള്ള വാം കറണ്ടിന്റെ പേരെന്താണെന്നറിയോ? അതാണ് കുറോഷിയോ എന്ന് പറയുന്ന കറണ്ട്. ഇനി ഈസ്റ്റ് ഓസ്ട്രേലിയയുടെ ഈസ്റ്റിലുള്ള കറണ്ടിന്റെ പേരെന്താ? എളുപ്പാണ്, ഈസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട്. ഇനി സൗത്ത് അമേരിക്കയുടെ ഈ ഭാഗത്തുള്ളതിന് നമ്മള്
പെറു കറണ്ട് എന്ന് വിളിക്കും, ഹംബോൾട്ട് കറണ്ട് എന്നും വിളിക്കാറുണ്ട്. നോർത്ത് അമേരിക്കയുടെ വെസ്റ്റേൺ സൈഡിലുള്ള നമ്മൾ കാലിഫോർണിയ കറണ്ട് എന്നാ വിളിക്കുക, കാലിഫോർണിയ. ഓക്കെ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം കിട്ടി ഇവിടെ, ദാ നമുക്ക് ഈസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട് കിട്ടി, ദാ ഇവിടെ വരുന്നു. കുറേഷ്യോ കറണ്ട് കിട്ടി, ദാ ഇവിടെ വരുന്നു. ഒയാഷിയോ കറണ്ട് പഠിക്കാം. പെറൂവിയനും കാലിഫോർണിയനും കിട്ടി, ഇതും കിട്ടി, പെറുവും കിട്ടി. ഇനി വളരെ കുറച്ച് കറണ്ടേ ബാക്കിയുള്ളൂ. ഏകദേശ ഐഡിയ കിട്ടിയോ? ഏകദേശ ഐഡിയ കിട്ടിയെങ്കിൽ ഇനി നോക്കിക്കോ, ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണോ, ഞാൻ പറഞ്ഞ തള്ളാണോ നോക്കിക്കോ. ഇത് ഓസ്ട്രേലിയയുടെ ഈസ്റ്റേൺ സൈഡിൽ എപ്പോഴും എന്തായിരിക്കും, ഒരു ഈസ്റ്റേൺ സൈഡിലുള്ളത് വാം കറണ്ട് ആയിരിക്കും എപ്പോഴും, ഈസ്റ്റ് ഓസ്ട്രേലിയൻ വാം കറണ്ട്. ഏഷ്യ കോണ്ടിനെന്റ് അതിന്റെ ഈസ്റ്റേൺ സൈഡില് എപ്പോഴും എന്തായിരിക്കും, ഒരു വാം കറണ്ട് ആയിരിക്കും, അതിന്റെ പേര് കുറേഷ്യോ. ഇനി ഒരു കാര്യം കൂടെ ആലോചിച്ചേ, അങ്ങനെയാണെങ്കിൽ സാറ് പറഞ്ഞത് വെച്ചിട്ട് ഓസ്ട്രേലിയയുടെ വെസ്റ്റിലുള്ളത് കോൾഡ് ആവണ്ടേ? ദാ വെസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട് ഒരു കോൾഡ് കറണ്ടാ. ഇനി ഇവരുടെ ആരോ നോക്കണ്ടോ, ഇക്വേറ്ററിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതാ വാം ആവണം, ഇക്വേറ്ററിൽ നിന്ന് താഴോട്ട് പോകുന്നതാ വാം ആവണം, ഇക്വേറ്ററിൽ ഒറിജിനേറ്റ് ചെയ്യുന്നതെല്ലാം വാം ആയിരിക്കണം. ആ റൂളും ശരിയായോ? ഇപ്പുറത്ത് നോക്കിക്കോ, ദാ ഇത് സൗത്ത് അമേരിക്കയുടെ പെറൂവിയൻ കറണ്ട്, നോർത്ത് അമേരിക്കയുടെ കാലിഫോർണിയൻ കറണ്ട്, പോൾസിൽ ഒറിജിനേറ്റ് ചെയ്ത് താഴോട്ട് വരുന്നു. ഇത്രയും പഠിച്ചാൽ 4 മേജർ കറൻസ് ഇൻ പസഫിക് ഓഷനായി. ഇനി കുറച്ച് കുഞ്ഞു കറണ്ടുകൾ ഉണ്ട്, അത് ഓർത്ത് വെക്കേണ്ടത് എന്താ, കുറേഷ്യോന്റെ ഓപ്പോസിറ്റ് ആരുണ്ട്, ഒയാഷിയോ ഉണ്ട്. കുറേഷ്യോന്റെ ഓപ്പോസിറ്റ് ഒരു ഒയാഷിയോ ഉണ്ട്. കാലിഫോർണിയയുടെ അവിടെ ഒരു അലാസ്കയും ഉണ്ട്. താഴെ നിന്ന് മുകളിലോട്ട് ഒഴുകുന്നോണ്ട് അലാസ്ക ഒരു വാം കറണ്ടാ. ഓക്കെ, സോ ഒയാഷിയോ എന്ന് പറയുന്നത് ജപ്പാന്റെ മുകളിൽ റഷ്യയുടെ സൈഡിലുള്ള ആ ഒരു ഏരിയയിലുള്ള തണുത്ത കറണ്ട്, ആ പോളിൽ നിന്ന് താഴോട്ട് വരുന്നതാ. അലാസ്ക എന്ന് പറയുന്നത് കാലിഫോർണിയയുടെ അവിടെ നിന്ന് മുകളിലോട്ട് പോകുന്ന ഈ ഏരിയ കേട്ടോ, കാലിഫോർണിയയുടെ അവിടെ നിന്ന് മുകളിലോട്ട് പോകുന്ന ഒരു അലാസ്ക കറണ്ട്, വാം കറണ്ട്. പെറു, ഈസ്റ്റ് ഓസ്ട്രേലിയ. അങ്ങനെ നോക്കുമ്പോ നമ്മള് അലാസ്ക പഠിച്ചു, കുറേഷ്യോ പഠിച്ചു, ഒയാഷിയോ പഠിച്ചു, പെറു അല്ലെങ്കിൽ പെറുവിന് മറ്റൊരു പേര് ഹംബോൾട്ട് പഠിച്ചു, ഒയാഷിയോ കറണ്ട് പഠിച്ചു. പസഫിക് ഓഷനിലെ കറണ്ട് കവറായി. ഞാൻ വരച്ചതും ഇവിടെ ഉള്ളതും ഏകദേശം സെയിം തന്നെയാണ്. ഇങ്ങനെ നമ്മൾ പസഫിക് ഓഷന്റെ കറണ്ടുകൾ പഠിച്ചു. സെറ്റാണോ? സെറ്റാണെങ്കിൽ മുന്നോട്ട് പോവുക. അടുത്തത് അറ്റ്ലാന്റിക് ഓഷൻ കറണ്ട്. സെയിം തിയറി നിങ്ങൾ ചെയ്യണം, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവേ ഉള്ളൂ. ഇക്വേറ്റർ എന്ന് പറയുന്നത് ഏകദേശം ഈ വഴിയിലൂടെ പോയി അവിടെ ഇക്വറ്റോറിയൽ കറണ്ട് ഉണ്ട്. ഈ ഭാഗത്ത് പോൾസ് ഉണ്ട്, ഇക്വറ്റോറിയൽ കറണ്ട് ഉണ്ട്. ഇനി നിങ്ങൾ പറ, എവിടെയാ ഒരു വാം കറണ്ട് വരിക? വാം കറണ്ട് എപ്പോഴും ഒരു സൗത്ത് അമേരിക്ക എന്ന് പറയുന്ന കോണ്ടിനെന്റ് ആണെങ്കിൽ അതിന്റെ ഏത് സൈഡിലേ വരുള്ളൂ? അതിന്റെ ഈസ്റ്റ് സൈഡിലേ വാം കറണ്ട് വരുള്ളൂ. ദാ ഇവിടെ വരണം. നോർത്ത് അമേരിക്കയുടെയും ഈസ്റ്റ് സൈഡിൽ വാം കറണ്ട് വരും, ദാ ഇവിടെ വരണം. ഇനി കോൾഡ് കറണ്ട് എവിടെ വരണം? ആഫ്രിക്ക എന്ന് പറയുന്നതിന്റെ വെസ്റ്റേൺ സൈഡിൽ എന്ത് കറണ്ട് ആയിരിക്കും? അതൊരു കോൾഡ് കറണ്ടേ ആവുള്ളൂ. ദാ ഇവിടെ ഒരു കോൾഡ് കറണ്ട് വേണം, ദാ ഇവിടെയും കോൾഡ് കറണ്ട് വേണം, എന്നാലേ കണക്ക് ശരിയാവുള്ളൂ. കറക്റ്റ് ആണോ? ഇനി ഇതിന്റെയൊക്കെ ദിശ എങ്ങനെയായിരിക്കും? വാം കറണ്ടിന്റെ ദിശ എപ്പോഴും ഇക്വേറ്ററിൽ നിന്ന് മുകളിലോട്ടായിരിക്കും, ഇക്വേറ്ററിൽ നിന്ന് പോൾസിലേക്കായിരിക്കും. ഇനി കോൾഡ് കറണ്ടിന്റെ ദിശ എപ്പോഴും എങ്ങോട്ടായിരിക്കും? നോക്കിക്കോളൂ, പോൾസിൽ നിന്ന് മുകളിലോട്ടായിരിക്കും, പോൾസിൽ നിന്ന് ഇക്വേറ്ററിലേക്കായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾ പേരിട്ടോളൂ, ഓരോന്നിനും പേരിട്ടോളൂ. ദാ ഈ സൗത്ത് അമേരിക്കയുടെ ഈ ഭാഗത്തുള്ള ഒരു രാജ്യമാണ് ബ്രസീല്. അതുകൊണ്ട് ഈ കറണ്ടിന്റെ പേര് ബ്രസീലിയൻ കറണ്ട്. ഓക്കെ, ദാ അതൊരു വാം കറണ്ട് ആണ്. ബ്രസീലിയൻ കറണ്ട് വാം കറണ്ട്. ഈ ഭാഗത്ത് ഗൾഫ് ഓഫ് മെക്സിക്കോ ഉള്ളത് കൊണ്ട് ഗൾഫ് കറണ്ട് ഒരു കോൾഡ് കറണ്ട് ആണ്, ഗൾഫ് കറണ്ട്. ഓക്കെ, അടുത്തത് വെസ്റ്റ് ആഫ്രിക്കയുടെ സൈഡിലുള്ളത് ഒരു കോൾഡ് കറണ്ട് ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ പേര് ബെങ്കുവേല കറണ്ട്, കോൾഡ് കറണ്ട്. കോൾഡ് കറണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? നോക്കിക്കോളൂ, ദാ ഗൾഫ് സ്ട്രീം, ദാ ബ്രസീൽ കറണ്ട്, ദാ ബെങ്കുവേല കറണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള കറണ്ടിന്റെ പേര് കാനറി കറണ്ട്. അതാണ് മേജർ ആയിട്ടുള്ള 4 കറണ്ടുകൾ. ഇതാണ് മേജർ ആയിട്ടുള്ള 4 കറണ്ടുകൾ. ഇനി കുറച്ച് മൈനർ ആയിട്ടുള്ളവയും ഉണ്ട്. നോർവീജിയൻ, ഗ്രീൻലാൻഡ്, ഫാക്ലാൻഡ്, ലാബ്രഡോർ. എവിടേക്കാന്ന് നമുക്ക് നോക്കാം. ദാ നോക്കിക്കോളൂ, ഒന്നാമത്തേത് ലാബ്രഡോർ കറണ്ട്.
ഈ ലാബ്രഡോർ കറണ്ടിന് ഒരു ഹിസ്റ്ററി ഉണ്ട്. ടൈറ്റാനിക് മുങ്ങിപ്പോയത് മഞ്ഞുപാളിയിൽ ഇടിച്ചിട്ടാണ്. സ്വാഭാവികമായിട്ട് അവിടെ തണുത്തൊരു കറണ്ട് ഉണ്ടായിരുന്നു. അതാരാന്നറിയോ? അത് ലാബ്രഡോർ കറണ്ടാ. എവിടെന്നാ? അമേരിക്കയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് പോയപ്പോഴാ അവിടെ ഒരു ലാബ്രഡോർ കറണ്ട് കണ്ടോ? സോ ലാബ്രഡോർ കറണ്ട് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ ഓർക്കുക, ടൈറ്റാനിക്കിനെ ഓർക്കുക. ടൈറ്റാനിക് മഞ്ഞുപാളിയിൽ അടിച്ചത്, അവിടെ കോൾഡ് ഉണ്ടാവണം, ലാബ്രഡോർ. കറക്റ്റാ. ഇനി ഈ ഗൾഫ് സ്ട്രീമിന്റെ ബാക്കി കുറച്ച് മുകളിലോട്ട് ഒഴുകുന്നുണ്ട് നോർവീജിയൻ കറണ്ട്. അവിടെ നോർവേ ഉണ്ടെന്ന് വിചാരിക്കുക. നോർവീജിയൻ രാജ്യങ്ങളായിട്ടുള്ള നോർവേ പോലുള്ള രാജ്യങ്ങളുണ്ട് നോർവീജിയൻ കറണ്ട്. താഴെ ഇവിടെ കാനറി പറഞ്ഞു. ഇവിടെ ഒരു ഈസ്റ്റ് ഗ്രീൻലാൻഡ് ഉണ്ട്, മുകളിൽ നിന്ന് താഴോട്ട് ഒഴുകുന്ന. ഗ്രീൻലാൻഡ് തണുപ്പുള്ള സ്ഥലമാണ്, പോൾസിന്റെ അവിടെയുള്ള സ്ഥലമാണ് ഗ്രീൻലാൻഡ്. ഏറ്റവും വലിയ ഐലൻഡ് ആണ്. അതും ഒരു കോൾഡ് കറണ്ട് ആണ്. ചുരുക്കം പറയുന്നത് ഈ ഭാഗത്ത് ഒരു ചെറിയൊരു ഫാക്ലാൻഡ് കറണ്ട് കൂടെ ഉണ്ട്. പൊതുവെ ചോദിക്കാറില്ല, എന്നാലും ഓർത്തു വെച്ചേക്കുക എന്നുള്ളത് മാത്രം. ഓക്കെ, സോ അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്തെല്ലാം പഠിച്ചു? ബ്രസീലിയൻ കറണ്ട്. ഓക്കെ, ബ്രസീലിയൻ കറണ്ട് ഒരു വാം കറണ്ട് ആണ്, ദാ ഈ ഭാഗത്തുള്ളതാണ്. ഗൾഫ് സ്ട്രീം ഒരു വാം കറണ്ട് ആണ്, ദാ ഈ ഭാഗത്തുള്ളതാണ്. കാനറി ഒരു കോൾഡ് കറണ്ട് ആണ്. ബെങ്കുവേല ഒരു കോൾഡ് കറണ്ട് ആണ്, ആഫ്രിക്കയുടെ സൈഡിലുള്ളതാണ്. സോ ഏകദേശം മനസ്സിലേക്ക് ഈ ധാരണ വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ആ മേജർ ഇമേജ് എടുത്തിട്ട് നിങ്ങളൊന്ന് നോക്കുക. ആഫ്രിക്ക, ഞാൻ നേരത്തെ പറഞ്ഞ കഥ ഇവിടെ വർക്കൗട്ട് ആവുമോ നോക്കുക. ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു കോണ്ടിനെന്റ്, അതിന്റെ വെസ്റ്റേൺ സൈഡിൽ എന്താ ഉള്ളൂ? കോൾഡ് ഉള്ളൂ. ഈസ്റ്റേൺ സൈഡ് അഗുൽഹാസ്, മൊസാംബിക് എന്ന് പറയുന്ന വാം. ഓസ്ട്രേലിയ എടുത്തോ, വെസ്റ്റ് ഓസ്ട്രേലിയൻ, അതായത് വെസ്റ്റേൺ സൈഡിൽ കോൾഡ്, ഈസ്റ്റേൺ സൈഡിൽ വാം. ഇവിടെ കണ്ടോ, വെസ്റ്റേൺ സൈഡിൽ കോൾഡ്, ഈസ്റ്റേൺ സൈഡിൽ വാം. ഇവിടെ അമേരിക്ക എടുത്തോ, കോൾഡ്, വാം. ഓക്കെ, ഇവിടെ കാനറി, ഇവിടെ വാം. അങ്ങനെ ഏതൊരു കോണ്ടിനെന്റ് എടുത്താലും അതിന്റെ വെസ്റ്റേൺ സൈഡിൽ എപ്പോഴും കോൾഡും ഈസ്റ്റേൺ സൈഡിൽ വാമും ആയിരിക്കും. തന്നെയുമല്ല, മുകളിലും താഴെയും എല്ലാം വന്നിട്ട് ഇവർ എന്തും കൂടെ ആവും എന്നറിയോ? ഇവരൊരു ഗയർ പോലെ വർക്ക് ചെയ്യും. ഇവരൊരു സർക്കുലേറ്റിംഗ് ഗയർ പോലെ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഒരു സൈക്ലിക്കൽ ഇമേജ് പോലെ വർക്ക് ചെയ്യും. ദാ ഇതുപോലെ കണ്ടോ, ഇവിടെ ഒരു സൈക്കിൾ പോലെ ഉണ്ടായി, അവിടെ ഒരു സൈക്കിൾ പോലെ ഉണ്ടായി. ഒരൊറ്റ കാര്യം കൂടെ നമുക്കിനി ഇവിടെ പറയാനുള്ളൂ, ഇന്ത്യയുടെ കാര്യം. ഇന്ത്യയിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ? ഇന്ത്യ ഒരു ഫുൾ ഓഷൻ അല്ല, ഒരു ഹാഫ് ഓഷനാണ് ഇന്ത്യൻ ഓഷൻ. സോ വെസ്റ്റ് ഓസ്ട്രേലിയൻ കലണ്ടർ ഓൾറെഡി പറഞ്ഞു, ഇപ്പുറത്തെ ഒരു അഗുൽഹാസും മൊസാംബിക്കും കൂടെ ഉണ്ട്. സ്വാഭാവികമായിട്ടും ഇത് ആഫ്രിക്കയുടെ ഈസ്റ്റിലായതുകൊണ്ട് അഗുൽഹാസും മൊസാംബിക്കും എന്തായിരിക്കണം? വാം ആയിരിക്കണം. മഡഗാസ്കർ ഐലൻഡിന്റെ മൊസാംബിക്കിന്റെ ഒക്കെ അടുത്തുള്ളതാണ് അഗുൽഹാസും മൊസാംബിക്കും. ചുരുക്കം പറഞ്ഞ ഇത് നമ്മുടെ കയ്യിലുണ്ട്, വെസ്റ്റ് ഓസ്ട്രേലിയൻ, മൊസാംബിക്, അഗുൽഹാസ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, ഇതുപോലെ പഠിച്ചാൽ എളുപ്പമാവും ഇല്ലയോ? എളുപ്പമാകും. സോ ഞങ്ങളുടെ ഏറ്റവും പുതിയ ക്രാഷ് ബാച്ച് ആയിട്ടുള്ള ഗ്രൂപ്പ് ഡിയുടെ ക്രാഷ് ബാച്ച് നിങ്ങൾക്ക് വേണ്ടി റെഡിയാണ്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ എല്ലാം അവിടെ അവൈലബിൾ ആയിരിക്കും. ഇനി ഗ്രൂപ്പ് ഡി ഇനി പഠിക്കാൻ സമയമില്ല, തീർന്നു എന്ന് വിചാരിക്കുന്നവർക്ക് ഇതുപോലെ GKയും അതുപോലെ തന്നെ സെക്ഷണൽ ടൈമർ വെച്ച് മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് എല്ലാം പഠിപ്പിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും പുതിയ ബാച്ച് ആയിട്ടുള്ള SSC CGLന്റെ ബാച്ചും ഓൺഗോയിങ് ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഇതുപോലെ ലൈവ് ക്ലാസ് വെച്ച് പഠിക്കാൻ താല്പര്യമുണ്ട്, സബ്ജക്ട് സിലബസിന്റെ ഫുള്ള് കവർ ചെയ്തിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ് പഠിക്കാൻ താല്പര്യമുണ്ട്, ഇതൊന്നും പോരാഞ്ഞിട്ട് മെന്റർഷിപ്പ്, ഒരാള് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരാളോട് ചോദിക്കാം. അയാൾ ഓൾറെഡി SSCക്ക് കുറെ കൊല്ലങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ്, അയാൾക്ക് ഇതിന്റെ വഴി അറിയാം, എന്ത് ചെയ്യണം എന്നറിയാം. അങ്ങനെയുള്ള ഒരു മെന്ററെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും, മോക്ക് ടെസ്റ്റുകളും കിട്ടുന്നുണ്ടാവും. സോ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ബാച്ച് ആയിട്ടുള്ള SSC CGLന്റെ ബാച്ചും ഗ്രൂപ്പ് ഡിയുടെ ക്രാഷ് ബാച്ച്, ഇനി ഗ്രൂപ്പ് ഡി ഒന്നും കൂടെ പിടിച്ചു നോക്കാം, ഒന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിക്കുന്നവർക്കുള്ള ഗ്രൂപ്പ് ഡി ബാച്ചും അവൈലബിൾ ആണ്. പക്ഷെ ഗ്രൂപ്പ് ഡിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? കറണ്ട് അഫെയർ അവിടെ കൂടുതൽ GKയിൽ ചോദിക്കുക. അവിടുത്തെ GKയിൽ കൂടുതൽ കറണ്ട് അഫെയർ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, ആ സമയത്ത് NTPC, RRBയുടെ കേസിൽ NTPCയിൽ വരുമ്പോൾ ഈ പറയുന്ന ഓഷൻ കറണ്ടിൽ നിന്നെല്ലാം ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇതിന്റെ എല്ലാം അപ്ഡേറ്റ്സ് ഞങ്ങളുടെ ഫ്രീ ഗ്രൂപ്പിലുണ്ട്. ഈ പറയുന്ന QR കോഡ് നിങ്ങൾ എന്ത് ചെയ്യുക? സ്കാൻ ചെയ്യുക. അവിടെ ഞങ്ങൾ കുറച്ച് കണ്ടന്റ്സും നിങ്ങൾക്ക് വേണ്ട അപ്ഡേറ്റ്സ് എല്ലാം ഞങ്ങൾ അവിടെ തരുന്നുണ്ട്. എക്സാം അപ്ഡേറ്റ്സും ഫ്രീ മെറ്റീരിയൽസ് എല്ലാം ഞങ്ങൾ ആ ഗ്രൂപ്പിൽ തരുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞു വന്നതിന്റെ ഏറ്റവും ക്രിസ്പി വെർഷൻ എന്താ? ഈ 3
തമ്പ് റൂളുകൾ ഓർത്തു വെക്കുക. ഈ 3 തമ്പ് റൂളുകൾ ഓർത്തു വെക്കുക. അതിനപ്പുറം ഈ പറയുന്ന തമ്പ് റൂളുകൾ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് ഓർത്തു വെക്കുക. കുറെ വട്ടം വായിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശ ധാരണ, ഒരു 3-4 വട്ടം ഇതൊന്ന് എഴുതി വെച്ച് ഈ വീഡിയോയുടെ നോട്ട് എഴുതി വെച്ചാൽ കാണാതെ പഠിക്കാവുന്നതേ ഉള്ളൂ. എന്നോട് ഇപ്പൊ ഏത് കറണ്ട് വെച്ചാൽ എനിക്ക് പറയാൻ പറ്റും, എനിക്കൊരു ധാരണയുണ്ട്. കാനറി എന്ന് പറയുന്നത് യൂറോപ്പിന്റെ ഇപ്പുറ സൈഡിൽ, അപ്പൊ യൂറോപ്പിന്റെ ഈ വെസ്റ്റേൺ സൈഡിലാണെങ്കിൽ സ്വാഭാവികമായിട്ട് അത് കോൾഡ് ആയിരിക്കണം. പെറു എന്ന് പറയുന്നത് ഹംബോൾട്ട് കറണ്ട് ആണ്, സൗത്ത് അമേരിക്കയുടെ വെസ്റ്റേൺ സൈഡിൽ. ഇനി സൗത്ത് അമേരിക്കയുടെ റൈറ്റ് സൈഡിൽ ഏതാ, അവിടെ ബ്രസീൽ ഉള്ളതുകൊണ്ട് ബ്രസീലിയൻ കറണ്ട്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും, ഒരു ഫുൾ പിക്ചർ കിട്ടും. ഇത് ആ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക എന്ന് പറയാ. കാണാതെ ഈ പറയുന്ന പസഫിക് ഓഷന്റെ ടേബിൾ വേണമെങ്കിൽ കാണാതെയും പഠിക്കാം, അങ്ങനെയല്ല, കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. കുറെ കമന്റുകൾ വരുമ്പോൾ നിങ്ങളുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ ഇനിയും വീഡിയോസ് ചെയ്യുന്നുണ്ടാവും. എല്ലാവർക്കും എന്റെ ബെസ്റ്റ് ഓഫ് ലക്ക്. നിങ്ങൾക്ക് ഈ പരീക്ഷയും ഇനി വരുന്ന പരീക്ഷയും എല്ലാം ക്വാളിഫൈ ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു.